നിങ്ങൾ ക്ഷീണിതനല്ല, ഒരിക്കലും ക്ഷീണിതനല്ല. നിങ്ങൾക്ക് പവറുണ്ട്. യഥാർത്ഥ പവർ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഇത് നിങ്ങൾ ചോദിക്കുകയാണ്, ശരിക്കും ഊർജ്ജമില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് മുഴുവൻ ഊർജ്ജം ഉപയോഗിക്കാൻ അനുവാദം തരുന്നുണ്ടോ? ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അതായത് ബ്രെയിൻ ഊർജ്ജം ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഹോപ്പ്ലെസ്സാണ്. അതല്ല, ബ്രെയിൻ എന്താ റിലീസ് ചെയ്യാത്തത്, എന്തുകൊണ്ട് എനിക്ക് ഊർജ്ജം തരാത്തത്? ഈ രണ്ട് ചോദ്യം ഒരുപോലല്ല. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിലായാൽ, എനിക്ക് കഴിയില്ല എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കില്ല, കട്ട് ചെയ്യണം. ഒരു സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ 10 പുഷപ്പ് പോലും ചെയ്തിട്ടില്ല. ഓക്കെ, അത്രയ്ക്കുള്ള ബോഡി പവറേ ഉള്ളൂ. ഒരു ദിവസം അയാൾ ജീവൻ മരണ സാഹചര്യം വന്നേക്ക്, അതായത് അപാര പവർ പ്രകടിപ്പിച്ചേ പറ്റൂ. ആ സമയത്ത് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ശക്തിയാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്. ജീവൻ മരണ പോരാട്ടം നമ്മൾ പറഞ്ഞത് എന്താ? ആ പോരാട്ടത്തിൻ്റെ സമയത്ത് മാത്രമേ ഈ ബ്രെയിന് നമുക്ക് ഇത്ര പവർ ഇതിലുള്ളൂ. ഇത്തരം സംഭവങ്ങൾ ദുരന്തങ്ങളിലും അപകടങ്ങളിലും യുദ്ധങ്ങളിലും പലതവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം ഇതാ, ആ ശക്തി എവിടെ നിന്നാണ് വന്നത്? പുറത്തുനിന്നാ? ഇങ്ങനെ വരാൻ പറ്റുമോ? അത് അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായതുകൊണ്ടല്ലേ അയാൾക്ക് എടുക്കാൻ പറ്റിയത്. വ്യത്യാസം ഒന്ന് മാത്രം, ബ്രെയിൻ ആ നിമിഷം ആ ശക്തിയെ റിലീസ് ചെയ്തു. നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു എൻജിനല്ല, അതൊരു ഗവർണറാണ്. അതായത് ഒരു കാറിൻ്റെ വേഗം നിയന്ത്രിക്കുന്ന ഗവർണർ പോലെ നമ്മുടെ ബ്രെയിൻ ശരീരത്തിൻ്റെ ഊർജ്ജത്തെ നിയന്ത്രിക്കുകയാണ്. കാരണം അതിൻ്റെ ആദ്യ ദൗത്യം നിങ്ങൾ വിജയിപ്പിക്കലല്ല, നിങ്ങളെ ജീവനോട് നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 100 യൂണിറ്റ് ഊർജ്ജം ഉണ്ടായാലും ദൈനംദിന ജീവിതത്തിൽ ബ്രെയിൻ ഒരു പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. കാരണം അതിന് എപ്പോഴും ഒരു സുരക്ഷാ റിസർവ് വേണം, അതിങ്ങനെ എടുത്തു വെക്കുകയാണ്. ഇതാണ് പലരും തെറ്റായിട്ട് മനസ്സിലാക്കുന്നത്. ആര് പറഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല, എനിക്ക് എനർജി ഇല്ല. പലപ്പോഴും പ്രശ്നം ഊർജ്ജത്തിൻ്റെ കുറവല്ല, ഊർജ്ജം ഉപയോഗിക്കാൻ ബ്രെയിൻ അങ്ങ് സമ്മതിക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഇനി ഒരു വലിയ ചോദ്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ചിലർക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ ജോലിയിലേക്ക് അങ്ങോട്ട് ചാടി പുറപ്പെടാൻ തോന്നുന്നത്, മറ്റു ചിലർക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടാണ്? ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മീനിങ്, അർത്ഥം. ഒരു ലക്ഷ്യത്തിന് ആഴത്തിലുള്ള അർത്ഥം നിങ്ങളുടെ തലത്തിൽ സ്വീകരിച്ചാൽ, അതായത് ഇപ്പോൾ കമ്പനിയുടെ ഇത്ര വലിയ കഷ്ടപ്പെട്ട് ഞാൻ പണിയെടുത്തിട്ട് എന്ത് കിട്ടാനാ, എനിക്ക് ആ ശമ്പളം തന്നെ കിട്ടുള്ളൂ എന്ന് ചിന്തിച്ചാൽ, പക്ഷെ ആ കിട്ടുന്ന വർക്കിൽ ഞാൻ എൻ്റെ കഴിവിൽ കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ട് കൂടുതൽ കഴിവിട്ട ഒരായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ മികച്ചൊരു അവസരത്തിലേക്ക് പോയിക്കൂടെ? എന്നിട്ട് നമുക്ക് തന്നെ സ്വപ്നം വേണം. കാലകാലം നമ്മുടെ കഴിവ് ഒരു സ്ഥലത്ത് അങ്ങ് ചിലവാക്കുക എന്നുള്ളതല്ല, നമുക്കതിൻ്റെ ബെനിഫിറ്റ് വേണം. പക്ഷേ ആ ബെനിഫിറ്റ് വേണമെന്ന് ആ കഴിവ് ഉണ്ടാക്കിയെടുക്കട്ടെ. ആ കഴിവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് രാവിലെ എണീക്കാൻ തോന്നണ്ടേ? നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബോസ് ഉണ്ടോ, ചിലപ്പോൾ അയാൾ ചൂടൻ ബോസായിരിക്കും. അപ്പോൾ ചൂടൻ ബോസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ തന്നെ നമുക്കൊരു മടി, പിന്നെ നമുക്ക് അന്ന് ഓഫീസിൽ പോകാൻ തോന്നുന്നു. അതല്ല, ആ ചൂടൻ ബോസ് എനിക്കൊരു അവസരം നൽകണം. ഇമാതിരി കീറാമുട്ടികളുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്ത് ജീവിതം തടസ്സപ്പെടുത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളത് പഠിക്കണമെങ്കിൽ ഇമാതിരി ആൾക്കാർ വന്നാലേ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ പോയിട്ട് അങ്ങോട്ട് അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയണ്ടല്ലോ, നിങ്ങളുടെ ബ്രെയിൻ ആ ഊർജ്ജം അങ്ങോട്ട് തന്നുവിടും. അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു അർത്ഥമില്ലെന്ന് തോന്നിയാൽ അത് ഊർജ്ജം സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഒരു മനുഷ്യന് 3 മണിക്കൂറൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ ഒരു 10-30 മിനിറ്റ് സ്വന്തം സ്വപ്നത്തിനായി പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. എന്താ കാരണം? പ്രശ്നം ശരീരത്തിലല്ല, പ്രാധാന്യം നൽകുന്ന ബ്രെയിനിലാണ്. അതായത് ബ്രെയിനിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ ഒരു കാര്യം നടപ്പിൽ വരുത്തുന്നുള്ളതല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയോ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ബ്രെയിൻ വിചാരിക്കുന്നത്. നമ്മുടെ മുന്നിൽ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കാണുകയുള്ളൂ. എന്നാൽ ഊർജ്ജം വല്ലതും ചിലവായിട്ടുണ്ടോ? ഒരു ഊർജ്ജം ചിലവായിട്ടില്ല. ചുമ്മാ കാര്യങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പിന്നെ ബ്രെയിൻ അതിനല്ലേ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം ബ്രെയിനിന് ഈ സ്ക്രീനൊന്നും കണ്ടിട്ട് പരിചയമില്ലല്ലോ. കഴിഞ്ഞ തലമുറയിൽ ഈ സാധനം ഉണ്ടോ? അതിൻ്റെ ഒരു ലക്ഷം തലമുറ പുറകോട്ടെടുത്തുണ്ടോ? അപ്പോൾ ഇതിനതറിയില്ല, കാര്യങ്ങൾ പുതിയതായിട്ട് നടക്കട്ടല്ലോ. പിന്നെ ഇപ്പം എന്താ എന്ന് വിചാരിച്ചിട്ട് ബ്രെയിന് ഈ ഊർജ്ജം സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആരാൻ്റെ സ്വപ്നം കണ്ടിട്ട് അത് സ്വന്തം സ്വപ്നം ഇങ്ങനെ മനപ്പായസം കൊണ്ട് ഇങ്ങനെ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രശ്നമാണ് ഈ 3 മണിക്കൂറൊക്കെ അങ്ങോട്ട് ഇരുന്ന് പോകുന്നത്. ഇവിടെയാണ് ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന സംരംഭകരും നേതാക്കളും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്. അവർ സ്വയം ദിവസവും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്ന് ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എൻ്റെ ഭാവി നിർമ്മിക്കുമോ? ഈ ചോദ്യം ബ്രെയിനിൻ്റെ മുൻഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സിനെ കൂടുതൽ സജീവമാക്കും. ദീർഘകാല ലക്ഷ്യങ്ങളുമായി ബന്ധമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഭാഗമാണ് നമ്മളെ സഹായിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയുള്ള 7:30 IEAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിൽ ഞാൻ വെറും മോട്ടിവേഷനല്ല കൊടുക്കുന്നത്. അവിടെ നമ്മൾ അതിനു വേണ്ടി പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സും ശരീരവും ലക്ഷ്യവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഊർജ്ജം ഉണ്ടാക്കുന്നതല്ല പ്രാധാന്യമുള്ളത്. അതായത് കുറേ ഊർജ്ജം ഉണ്ടായിട്ടുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഊർജ്ജത്തിലേക്കുള്ള പ്രവേശനം തുറക്കുക. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് എൻട്രി കിട്ടണം. അങ്ങനെ ആ എൻട്രി കിട്ടിയാലേ അത് സംഭവിച്ചാൽ പിന്നെ എന്തുണ്ടാവുക? അച്ചടക്കം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ? ഫോക്കസ് ബുദ്ധിമുട്ടാവുമോ? സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് അങ്ങോട്ട് ഓടിക്കയറാൻ പറ്റും. ഇന്നൊരു ചെറിയ പരീക്ഷണം നിങ്ങളൊന്ന് ചെയ്യാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ട് എഴുതുക. കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം പക്ഷെ ചെയ്യുന്നില്ല, ഒന്ന് എഴുതുക. അതിനുശേഷം അതിന് താഴെ മറ്റൊരു ചോദ്യം എഴുതുക. ഇത് എൻ്റെ ജീവിതത്തെ 10 വർഷത്തിന് ശേഷം എങ്ങനെ മാറ്റും?
ഇന്നിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, ഇപ്പോൾ ബെനിഫിറ്റ് ഇല്ല, ഇന്നിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, എൻ്റെ ജീവിതം എങ്ങനെ ഇത് മാറ്റും? ഈ ചോദ്യത്തിന് സത്യസന്ധമായിട്ടുള്ളൊരു മറുപടി അങ്ങനെ എഴുതുക. അതോടെ ആ ലക്ഷ്യത്തിന് നിങ്ങളുടെ തലച്ചോറ് പുതിയ അർത്ഥം ലഭിക്കും. നിങ്ങളത് പിടിച്ച് വലിക്കുക, നിങ്ങളെ ഊർജ്ജവും മാറാൻ തുടങ്ങും. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ വ്യക്തി ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് നമ്മുടെ കോമ്പറ്റീറ്ററാണോ, നമ്മളെ വിമർശിക്കുന്ന ആളാണോ? നിങ്ങളുടെ ബ്രെയിന് ഡെയിലി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു അദൃശ്യ ശബ്ദം. ആ ശബ്ദം എങ്ങനെയാണ് നിങ്ങളുടെ ഭാവി എഴുതുന്നത്, അതിനെങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം? ഇതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്.